അനുമോള് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും അടുത്തൊരു ഫംഗ്ഷനിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഫുഡ് കഴിച്ചു. അപ്പോൾ അക്ബറിനും അതുപോലെ തന്നെ ഷെറിനും എല്ലാവിധ ആശംസകളും. അനീഷ് അനുമോള്, നമുക്കറിയാം ഇവർ തമ്മിൽ ഈ അടുത്ത കാലത്തായിട്ട് നടന്ന ഒരു പ്രശ്നം എന്തായിരുന്നു എന്നുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞ ഒരു കേസ് കിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. അക്ബറിന്റെ കല്യാണമായിരുന്നു. അപ്പോൾ ആ ഒരു ചടങ്ങിൽ ബിഗ് ബോസിലെ ഒട്ടുമിക്ക പേരും അതിനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അനുമോള് വന്നിട്ടുണ്ടായിരുന്നു, അനീഷ് വന്നിട്ടുണ്ടായിരുന്നു, മെയിനായിട്ടുള്ള എല്ലാവരും അതിൻ്റെ അത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ വീഡിയോസ് ഇട്ട വീഡിയോ ആണ്. അപ്പോൾ അവരതിനകത്ത് നല്ല രീതിയിലുള്ള ക്യാപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന രീതിക്ക് കണ്ടോ, അനുമോളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അനീഷ് ഇതാ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാപ്ഷനും ചേർത്തുകൊണ്ട് അങ്ങ് തള്ളി. അത് കഴിഞ്ഞിട്ട് പിന്നെ അനീഷ് കാറിനകത്ത് കയറി ഇരിക്കുന്ന സമയത്തും പിന്നെ അനുമോളെ കുറിച്ച് ചോദ്യങ്ങളായി. അപ്പോഴും അനീഷ് കൊടുത്ത ഒരു മറുപടി ഉണ്ട്, അതായത് ഒന്നും വേണ്ടിയില്ല, ഇങ്ങനെ ഒരു തലയാട്ടിൽ മാത്രം. എനിക്ക് പറയാനുള്ളത് നന്നായി അനീഷ്, അടിപൊളി മറുപടി. കാരണം ചോദ്യങ്ങൾക്ക് ഇതുപോലെ ഉത്തരം കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഏറിൽ കയറാൻ മാത്രമേ സമയം കാണത്തുള്ളൂ. കാരണം അവർക്ക് വേണ്ടതെന്ന് പറയുന്നത് കോണ്ടന്റ് ആണ്. ഈ പറയുന്ന രീതിയിൽ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു തുമ്പ് വീണ് കിട്ടിയാൽ മതി, അത് വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു തരത്തിലോട്ട് ആക്കിയിട്ട് അങ്ങ് ഓൺലൈൻ മീഡിയയെ തള്ളും. അപ്പൊ അതിനൊരു അവസരം കൊടുക്കാതിരുന്നതിന് അനീഷ് ചെയ്തത് നല്ല കാര്യം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അനീഷിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പക്വത അനീഷ് കാണിച്ചു, അത് വളരെ നല്ല. അല്ലെങ്കിൽ പിന്നെ ഇനി അടുത്ത ഒരു പ്രശ്നത്തിനുള്ള ഒരു തുടക്കം ഓൺലൈൻ മീഡിയാസ് തന്നെ ഇങ്ങനെ തള്ളിക്കൊണ്ട് കിട്ടാൻ, എന്നാൽ അതിനുള്ള ഒരു ഇട അനീഷ് കൊടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. പിന്നെ അനീഷ് അനുമോളും ആ കണ്ട സമയത്ത്, അതായത് അനീഷ് പുറത്തിറങ്ങാൻ നേരത്ത്, പരിപാടിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നേരത്ത് അനുമോളും അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അനീഷ് എന്തോ മൈൻഡ് ചെയ്യാതെ പോയി. പക്ഷെ ആ ഒരു ഭാഗം കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നൊരു കാര്യം, അനുമോള് ചിരിക്കുന്നുണ്ട്. അനീഷിനെ കണ്ടിട്ട് തന്നെ ആവണം ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അനീഷും ചിരിച്ച് കാണും. ചിരിക്കാതെ ഒരാൾ അങ്ങോട്ട് നോക്കി ചിരിക്കത്തില്ലല്ലോ. പക്ഷെ ആ ഒരു ഷോട്ട് നമ്മൾ കാണുന്നില്ല. നമ്മൾ അനുമോളുടെ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ, അനീഷിന്റെ ഭാഗം കാണും. അനീഷ് പിന്നെ അങ്ങോട്ട് നടന്ന് പോകുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ അനീഷ് ചിരിച്ച് കാണും, അങ്ങനെ അനുമോളും ചിരിച്ച് കാണും. പിന്നെ അവർ തമ്മിൽ മിണ്ടുന്നില്ല. സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്, എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയും ആ പ്രശ്നം അവരുടെ മനസ്സിൽ കാണും. ചിലപ്പോൾ അവരിനിയും മിണ്ടത്തില്ല. ചിലപ്പോൾ അവർ ആ ഒരു തരത്തിലോട്ട് ഇനി ഇപ്പോൾ എന്താ പറയുക, ഒരു അടുപ്പം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ താല്പര്യം കാണത്തില്ല. ആ ഒരു തരത്തിലായിരിക്കാം. അത് ഇവരുടെ ഇന്നലത്തെ ആ ഒരു കണ്ടുമുട്ടലിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെ. അത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ആ ഒരു രീതി വിടുക. ഇനി അതിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വേറൊരു നാറ്റ കേസാക്കി മാറ്റി അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ വേറൊരു തരത്തിലോട്ട് ആക്കേണ്ട ആവശ്യമില്ല. അത് ഈ ഓൺലൈൻ മീഡിയാസിന് എന്തിൻ്റെ സൂക്കേടാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അനീഷിന്റെ പിറകേന്ന് കടന്ന് ഓരോന്ന് ചോദിക്കുന്ന ഒരു രീതി, അതായത് അനുമോള് വന്നിട്ടുണ്ടല്ലോ, അതാണ് അനുമോള് വരട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം, ഇതൊക്കെ അനീഷിന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം എന്തോന്ന്. അയാൾ ഒരു ചടങ്ങിൽ വിളിച്ചു, അയാൾ വന്നു, പങ്കെടുത്തു, അയാൾ തിരിച്ചു പോകുന്നു. അതിൽ ഇനി അനുമോളുടെ പേര് പറയേണ്ട ആവശ്യം എന്തോന്ന്. അവിടെ വേറെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ആരും വന്നിട്ടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇതൊക്കെയാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ ചോദിച്ച് അതിൽ പിന്നെ വേറെ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടുമ്പോഴത്തേക്കും അത് പിന്നെ വേറൊരു തരത്തിലോട്ട് ആക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ മീഡിയാസ് ഒരു വല്ലാത്ത തരം ഒരു സംഭവമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ ഏറിൽ കയറി എന്ന് ചോദിച്ചാൽ മതി. അതെന്തായാലും അനീഷിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് അനീഷ് അതിനുള്ള ഒരു ഉത്തരം അങ്ങ് അറിഞ്ഞുകൊണ്ട് അങ്ങ് കൊടുക്കാതിരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്. വളരെ നല്ല കാര്യം അനീഷ്, വളരെ നല്ല കാര്യം. ഇതുപോലെ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. എന്തായാലും ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞു. അവരുടെ ഓരോ കാര്യങ്ങൾ നോക്കി അവർ മുന്നോട്ട് പോകുന്നുണ്ട്. കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഈ പറയുന്ന അനുമോളും അനീഷും ചെയ്തത് നല്ല ചളി കേസ് കേട്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഞാനും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഓൺലൈനിൽ ഈ പറയുന്ന രീതിയിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയല്, അത് ചെയ്യല്, അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ബോർ ഏർപ്പാടായിരുന്നു. ഞാനും പച്ചയ്ക്ക് പറഞ്ഞ ഒരു കാര്യമായിരുന്നു, അത് ബോർ ഏർപ്പാടായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞു. എന്തായാലും ആ ഒരു സംഭവ വികാസം കഴിഞ്ഞു. ഈ പറയുന്ന രീതിയിലെ കാര്യങ്ങൾ ഇപ്പോൾ അവരവരുടേതായ രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ വേറൊരു തരത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അനുമോൾ അങ്ങനെ അനീഷ് ഇങ്ങനെ കണ്ടു, അനീഷ് അനുമോളെ കണ്ടിട്ട് മിണ്ടിയില്ല, അനുമോൾ അനീഷിനെ കണ്ടിട്ട് മിണ്ടിയില്ല, അതാണ് ഇതാണ് മറ്റതാണ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ഒരു കാര്യമൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാം. അത് അനുമോളുടെ കാര്യത്തിലായാലും അനീഷിന്റെ കാര്യത്തിലായാലും. പിന്നെ ഓൺലൈൻ മീഡിയസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്തെങ്കിലും രീതിയിൽ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കൊനസ്റ്റ് ചോദ്യങ്ങളും അങ്ങോട്ട് ചെന്ന് ചോദിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മൾ കൊടുക്കുന്ന ഉത്തരം അനുസരിച്ചിരിക്കും ഓരോരോ കാര്യങ്ങൾ. നമുക്കറിയാമല്ലോ, ഇപ്പം തന്നെ ഈ ഇടയ്ക്ക് തന്നെ ഓരോരുത്തർ എയറിൽ പോയതും ബഹിരാകാശത്ത് പോയതും പാൻ ഇന്ത്യൻ രീതിയിലുള്ള ഊക്ക് വാങ്ങിച്ചതും ഒക്കെ തന്നെ നമ്മൾ കണ്ടൊരു കാര്യം. അപ്പം അതാണ് പറയുന്നത്, നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ കാര്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 16ന്റെ പണി കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സൂക്ഷ്യം കണ്ടുപോകാൻ മറുപടി കൊടുക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. സോ ഇവിടെ അനീഷ് ആ ഒരു പക്വത കാണിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വളരെ നല്ല കാര്യം തന്നെയാണ്.